അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ടവരെ, ഭീകരമായ ലോകം ഇന്നുവരെ കാണാത്ത മഹാവ്യാധിയാണ് നമുക്ക് ചുറ്റും പടർന്നുകൊണ്ടിരിക്കുന്നത്. ഈ മഹാമാരിയിൽപ്പെട്ട് ആയിരക്കണക്കിന് ആളുകൾ മരണപ്പെട്ടുകഴിഞ്ഞു. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ, ആമീൻ. അല്ലാഹുവിന്റെ വലിയ പരീക്ഷണമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒന്നിനു പുറമേ മറ്റൊന്നായി റബ്ബിന്റെ പരീക്ഷണം പലതരത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹുവേ, ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണേ നാഥ. മനുഷ്യന്റെ മൃഗങ്ങളെക്കാൾ അധപ്പതിച്ച വൃത്തികെട്ട പ്രവർത്തനഫലമായാണ് ഇത്തരം മാരകമായ രോഗങ്ങൾ കൊണ്ട് അല്ലാഹു നമ്മെ പരീക്ഷിക്കുന്നത്. അല്ലാഹു കാക്കട്ടെ, ആമീൻ. പ്രിയ സഹോദരങ്ങളെ, മാരകമായ മഹാവ്യാധികളിൽ നിന്ന് രക്ഷ ലഭിക്കാനും ഡോക്ടർമാർ ചികിത്സിച്ച് നിരാശപ്പെട്ടു കൈവിട്ട രോഗങ്ങൾ വരെ മാറുവാൻ മഹാനായ ഇസ്ലാമിന്റെ 4ാം ഖലീഫയായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ ജൽജലൂത്ത് ബൈത്തിലെ ഒരു ബൈത്താണ് പറയുന്നത്. നമ്മുടെ വീട്ടിലെ ഒട്ടുമിക്ക മൗലിദ് കിതാബിൽ ജൽജലൂത്ത് ബൈത്ത് കാണാം. ജൽജലൂത്ത് ബൈത്തിന്റെ ഗുണഫലങ്ങൾ പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത് രത്നമാണ്, അത്ഭുതങ്ങൾ നിറഞ്ഞ ഫലസിദ്ധിയുള്ള കാവ്യമാണ്. ജൽജലൂത്ത് ബൈത്തിലെ 20ാമത്തെ ബൈത്ത് പ്രിയപ്പെട്ടവരെ നാം പതിവാക്കുക. ഈ സമയത്ത് നാം ഇത്തരം ആത്മീയ കാര്യങ്ങൾ മുറുകെ പിടിക്കുക. ഇത്തരം ഒരു സാഹചര്യത്തിലാണല്ലോ നാം ഇപ്പോൾ ഉള്ളത്. വഖല്ലിസ്നി മിൻ കുല്ലി ഹൗലിൻ വശിദ്ദത്തിൻ ഫഅൻത റജാഉൽ ആലമീന വലൗ തഗത്. അർത്ഥം പറയാം, വഖ്ലിസുനി മിൻ കേലി ഹൗൽ വശിദൻ. അല്ലാഹുവേ, എല്ലാവിധ ഭീകരാവസ്ഥകളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും നീ എന്നെ രക്ഷിക്കണേ നാഥ. ഫനന്തെ റജാഇൽ ആലമീനെ വലൗ തഗത്. എല്ലാത്തരം ലോകങ്ങളുടെയും ലോകരുടെയും പ്രതീക്ഷ നിന്നിൽ മാത്രമാണല്ലാ. വലൗ തൊകത്ത്, എത്രതരം തെറ്റ് ചെയ്താലും എല്ലാത്തരം ലോകങ്ങളുടെയും ലോകരുടെയും പ്രതീക്ഷ നിന്നിൽ മാത്രമാണല്ലാ എന്നാണ് ഈ ബൈത്തിന്റെ അർത്ഥം. പ്രിയപ്പെട്ടവരെ, രോഗമുള്ളവരും രോഗമില്ലാത്തവരും ഈയൊരു സാഹചര്യത്തിൽ ഈ ബൈത്ത് പതിവാക്കുക. ചുരുങ്ങിയത് 37 വട്ടം ദിവസവും പതിവാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ദുരിതങ്ങളകറ്റും സന്തോഷവും സുഖവും പ്രദാനം ചെയ്യും. വേദനകളുടെ ഇരുട്ടിൽ നിന്ന് പ്രസന്നതയുടെ തേജസ്സിലേക്ക് അല്ലാഹു തആല അവനെ രക്ഷപ്പെടുത്തും. അതുപോലെ ഡോക്ടർമാർ വൈദ്യന്മാർ ചികിത്സിച്ച് പരാജയപ്പെട്ട രോഗങ്ങളുള്ളവർ ഈ ബൈത്ത് നിത്യേന 59 വട്ടം ചൊല്ലിയാൽ 7 ദിവസമാകുമ്പോഴേക്കും സുഖപ്പെടുമെന്ന് ഷംസുൽ മഅരിഫുൽ കുബ്ര എന്ന കിതാബിലൊക്കെ ഇതിന്റെ വ്യാഖ്യാനമായി മഹാന്മാർ പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും ഈ ബൈത്ത് ചൊല്ലുക. അസ്സലാമു അലൈക്കും.